നമ്മുടെ പ്രിയപ്പെട്ടവരെല്ലാവരും സുഖമായിട്ടിരിക്കുന്നുവെന്ന് കരുതുന്നു. കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം. ഷേർലി ചാനലിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്നേഹത്തോടെ സ്വാഗതം. ഇന്ന് നമുക്കൊരു ബട്ടർ ചിക്കൻ റെഡിയാക്കിയാലോ? അപ്പോൾ രുചികരമായിട്ടുള്ള നമ്മുടെ ബട്ടർ ചിക്കൻ എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്നുള്ളത് കാണാൻ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ബട്ടർ ചിക്കൻ റെഡിയാക്കാൻ വേണ്ടി 1 കിലോ ചിക്കൻ മാറിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 1.5 ടീസ്പൂൺ പെരുംജീരകം, 1.5 ടീസ്പൂൺ കൊച്ചുജീരകം, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 2 വലിയ തക്കാളി, 2 സവാള, കുറച്ച് ബദാം, അതുപോലെ തന്നെ കുറച്ച് കാഷ്യൂനട്ട്. ഇത്രയും സാധനങ്ങളാണ് ഞാനിവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് വഴറ്റി മസാലയാക്കി എടുക്കാം. അത് കഴിയുന്ന ഉടനെ നമുക്ക് കാഷ്യൂനട്ടും നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് നമുക്ക് അല്പം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അത് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂനട്ട് അരച്ചെടുക്കാം. കാഷ്യൂനട്ട് മാത്രമല്ല നമ്മുടെ ബദാം പരിപ്പും ഉണ്ട്. അപ്പോൾ നമുക്ക് ചീനിച്ചട്ടി വെച്ചു, എണ്ണ ഒഴിച്ചൊക്കെ ചൂടായി അതിലേക്ക് പെരുംജീരകം, ചെറിയ ജീരകം ഒക്കെ ഇട്ട് കൊടുക്കാം. അതൊന്ന് ഫ്രൈ ആയി വരുന്ന സമയത്ത് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന, അതായത് 2 വലിയ സവാളയാണ് അരിഞ്ഞ് വെച്ചിരിക്കുന്നത്, ആ സവാള ഇട്ട് കൊടുത്തിട്ട് നമുക്കതൊന്ന് നല്ലതുപോലെ വഴറ്റി കൊടുക്കാം. അപ്പോൾ ഈ സവാള വഴറ്റുന്ന സമയത്ത് അധികം ഫ്രൈ ആവണ്ട, നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടിയാൽ മതി. കാരണം നമ്മുടെ ബട്ടർ ചിക്കൻ റെഡിയായി വരുമ്പോൾ നല്ലൊരു കളറൊക്കെ കിട്ടണം. അതിന് ഇതുപോലെ റെഡിയാക്കി എടുക്കണം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. 1 ടീസ്പൂൺ നിറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ടാണ് നമ്മൾ ചിക്കൻ മാറിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് സവാളയിലേക്കും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കാം. 1 ടീസ്പൂൺ കാശ്മീരി ചില്ലിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് വീണ്ടും നമുക്ക് വഴറ്റി കൊടുക്കാം. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തക്കാളി നമുക്ക് ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. കാഷ്യൂനട്ടും ബദാമും അരച്ചെടുത്തത് നല്ല ഫൈൻ പേസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇത് ഞാൻ അരമണിക്കൂർ നല്ല ചൂട് വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തതിന് ശേഷമാണ് ഇത് അരച്ചിരിക്കുന്നത്. തക്കാളി ഉള്ളിയൊക്കെ നല്ലതുപോലെ വെന്ത് വന്നു. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇത് ഞാൻ വീട്ടിൽ പൊടിച്ചുണ്ടാക്കിയ ഗരം മസാലയാണ്. എല്ലാം നമ്മൾ വീട്ടിലാണ് മസാലകളൊക്കെ റെഡിയാക്കി എടുക്കുന്നത്. കടയിൽ നിന്ന് അങ്ങനെ മസാലപ്പൊടികളൊന്നും വാങ്ങാറില്ല. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ വെന്ത് നല്ല സൂപ്പറായിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ബട്ടർ ചിക്കനുള്ള മസാലയ്ക്കുള്ള തക്കാളി ഉള്ളിയൊക്കെ വെന്തു. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം ഇതൊന്ന് തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. മസാലയൊക്കെ ചൂട് ആറി വരുമ്പോൾ നമുക്ക് നമ്മളിതാ മാറിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കൻ നമുക്കൊന്ന് ചെറിയ രീതിയിലൊന്ന് വറുത്തെടുക്കാം. ഒരുപാട് ഫ്രൈ ആയിട്ട് വറുക്കണ്ട, ഒരു സോഫ്റ്റ് ആയിട്ടിരിക്കണം. ഇതിൽ ഞാൻ നാരങ്ങാനീരൊക്കെ ചേർത്തിരിക്കുന്നത് കൊണ്ട് വറുത്ത് എടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും. മസാലയൊക്കെ തണുത്ത് വന്നിട്ടുണ്ട്. നല്ല പേസ്റ്റായിട്ട് നമുക്ക് ഇത് അരച്ചെടുക്കാം. മസാലയൊക്കെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നല്ല പേസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ല മസാലയുടെ നല്ല സൂപ്പർ മണമൊക്കെ ഉണ്ട്. അപ്പോൾ ഇതേപോലെ നല്ലതായിട്ട് പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. ചിക്കൻ നല്ല കറക്റ്റായിട്ട് എല്ലാം വെന്ത് വന്നിട്ടുണ്ട്. അധികം മൂത്തിട്ടില്ല, എന്നാൽ വെന്തിട്ടുണ്ട്. അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കാനായിട്ട് ഒരുപാട് ഡ്രൈ ആയി പോകണ്ട. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ചിക്കൻ വറുത്ത് കോരിയ അതേ എണ്ണയിൽ ചീനച്ചട്ടി തന്നെയാണ് കറി റെഡിയാക്കാൻ പോകുന്നത്. അപ്പോൾ കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതൊരു 2 ടീസ്പൂൺ ബട്ടർ കുറച്ച് മെൽറ്റായിട്ടുണ്ട്, വെളിയിൽ വെച്ചിരുന്ന് ഉണ്ട്, 2 ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ചുകൂടി ബട്ടറിൻ്റെ ടേസ്റ്റ് വേണമെന്നുള്ളവർക്ക് കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് ജങ്ക് ഫുഡായി പോവും. അപ്പോൾ
ആവശ്യത്തിന് ചേർത്താൽ മതി. ഒരു കാര്യങ്ങളും നമ്മൾ കൂടുതൽ ചേർക്കാൻ പാടില്ല. നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മസാല ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ചൂടാക്കാമല്ല, കുറച്ച് സമയം നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് സമയം ഇതൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം നമ്മൾ ഈ മസാല അരച്ച മിക്സിയുടെ ജാറ് കഴുകി എടുത്തിട്ടുണ്ട്. ആ വെള്ളം കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് കുറച്ച് ചാറിന് വേണ്ടി നീട്ടി കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ചാറിനാവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം. ഇത് മിക്സിയുടെ ജാറ് കഴുകിയെടുത്ത വെള്ളമാണ്. ഇനി നന്നായിട്ടൊന്ന് തിളച്ച് വന്നതിന് ശേഷം ഉപ്പും പുളിയൊക്കെ നോക്കി കുറച്ച് കാഷ്യൂനട്ടിൻ്റെ പേസ്റ്റൊക്കെ ചേർത്ത് നമുക്ക് ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള കാഷ്യൂനട്ട് ബദാം അരച്ച പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിത് ഈ സ്പൂണിന് 2 സ്പൂൺ ചേർത്തിട്ടുണ്ട്. മറ്റ് ചാറും കാര്യങ്ങളും ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ മുഴുവൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു മിനിറ്റ് ഇതൊന്ന് നമുക്കൊന്ന് തിളപ്പിച്ചെടുത്തതിൻ്റെ ശേഷം മല്ലിയില, ഉലുവേല, അതായത് ഉലുവേല ഉണങ്ങി പൊടിച്ചത് ഒക്കെ ചേർത്ത് നമുക്ക് വാങ്ങി വെക്കാം. നമ്മുടെ രുചികരമായിട്ടുള്ള ബട്ടർ ചിക്കൻ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ അല്പം ഉലുവേല തിരുമിയതും കുറച്ച് മല്ലിയിലയൊക്കെ നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതുപോലെ ചപ്പാത്തിക്ക്, വെള്ളച്ചോറിന്, ജീര റൈസ്, ഫ്രൈഡ് റൈസിന് ഒക്കെ കൂട്ടാനായിട്ട് ഏറ്റവും രുചികരമായിട്ടുള്ള നല്ലൊരു കോമ്പിനേഷനാണ് ഈ ബട്ടർ ചിക്കൻ. അപ്പോൾ ഞാനൊരു 1.5 ടേബിൾ സ്പൂൺ പേസ്റ്റ് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് കാഷ്യൂനട്ടും ബദാമും അരച്ച പേസ്റ്റ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് മല്ലിയിലയൊക്കെ ഇട്ടതിന് ശേഷം ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ കറിക്ക് ഒരു ഭംഗി വന്നോട്ടെ എന്ന് വിചാരിച്ചൊന്നിടുന്നതാണ്. അത് ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കണ്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങളൊക്കെ ഇവിടെ പറയണം. നമ്മുടെ പ്രിയപ്പെട്ടവരുടെ സപ്പോർട്ടാണ് എനിക്ക് ഇവിടെ വരെ എത്താനായിട്ട് സാധിച്ചത്. അപ്പോൾ വീണ്ടും നിങ്ങളുടെ എല്ലാവരുടെയും കൂട്ട് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ സ്നേഹത്തോടെ ബൈ.